ഒരു പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്കുള്ള മാറ്റം കണ്ടു. അത് എങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? അത് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളൊന്നുമല്ല, കുറേയേറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ ആംബിയൻസിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കും. ഇൻസ്റ്റാഗ്രാം വഴിയാണ് റിപ്പയർ കൃഷിയെ പറ്റി അറിയുന്നത്. ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. നമ്മുടെ റിക്വയർമെന്റ്സ് സാറിനോട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്ക് 2 പ്ലാൻ സാർ തന്നു. ആ 2 പ്ലാനിൽ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്തു. ഈ ഏരിയയിൽ നേരത്തെ ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിലുള്ള സെപ്പറേഷൻ വാളായിരുന്നു. ഇതിനകത്തൊരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. ഈ സ്റ്റോർ പോയപ്പം ഈ കിച്ചണും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നു. ആ ഓപ്പൺനെസ് ആണ് ഈ വീടിൻ്റെ ലൈഫ്. ഇളയ മോൻ്റെ കല്യാണം വരുന്നതുകൊണ്ട് ഒരു ബെഡ്റൂം ഞങ്ങൾക്ക് ഒന്ന് പുതിയതായിട്ട് ഒന്ന് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു. ആ കൂടെ തന്നെ ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇല്ലായിരുന്നു ഫ്രണ്ടില് മിറ്റം. അപ്പം അതിൽ തുടങ്ങിയാണ് ഈ രീതിയിൽ സാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. ബേസിക് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത് റീസണബിളി നല്ലൊരു ബാത്റൂം ഒക്കെ ആയിരിക്കും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ താഴെ നമുക്ക് എന്ത് വേണം, മിറ്റം നമുക്കൊന്ന് റെഡി ആക്കണം. നമുക്ക് ഭയങ്കര സ്ലോപ്പ് ആയിരുന്നു. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് പണിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പണിയണം. നല്ലൊരു മോൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു. കണമനുമായിട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് അല്ലേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് റിപ്പയർ കൃഷിയെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ടും വീട്ടിലെല്ലാവരുമായിട്ടും അത് ഡിസ്കസ് ചെയ്തു. ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. ഞാനാണ് തോന്നുന്നു ഫസ്റ്റ് സാറിനെ കോൺടാക്ട് ചെയ്തത്. പിന്നെ നമ്മൾ സാറിന് ഒരു കോൾ വെച്ചു, സൂം മീറ്റിംഗ് വെച്ചു. നമ്മുടെ റിക്വയർമെന്റ്സ് സാറിനോട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് സൂം മീറ്റിങ്ങിലൂടെ ഏകദേശം ഞങ്ങൾക്ക് 2 പ്ലാൻ സാർ തന്നു. ആ 2 പ്ലാനിൽ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്തു. ജൂലൈയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ശ്രീഹരിയായിട്ട് നമ്മളൊരു വീട്ടിലത്തെ ഒരാളെ പോലെ തന്നെയാണ് ശ്രീഹരി. അപ്പോൾ വീട് പണിയുമ്പോൾ അതും റിനോവേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഹർഡിൽസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സാറിനോടോ അല്ലെ രൂപത്തിനോടോ ഒക്കെ നമ്മളത് തുറന്നു പറയും. ആ പറഞ്ഞു കഴിയുമ്പോൾ ആ റെസ്പോൺസ് ആണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല, പക്ഷെ അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തതില് അതാണ് നമ്മളെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യം. ഓരോ വീട്ടിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സ്ഥലങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവർക്ക് ഇരുന്ന് കളിക്കാനും അവരെ കളിപ്പാട്ടങ്ങൾ വലിച്ചു വാരിയിടാനും പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ വേണം. ന്യൂട്ടൺ ഊർജത്തെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, നമുക്ക് സ്ഥലം സൃഷ്ടിക്കാനൊന്നും പറ്റൂല, പക്ഷേ ഇവിടെ മുറ്റം സൃഷ്ടിച്ച പോലെ നമുക്ക് തോന്നും. എന്താ കേസ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആയിരുന്നില്ലേ? അപ്പൊ സ്ലോപ്പ് ആയിരുന്ന സമയത്ത് ഇവിടെ ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു വണ്ടി കിടക്കും, ഇവിടെ ഒരു 5 അടി കൂടി ഉണ്ടാവും. അതൊക്കെ കൂടി ആയിട്ട് നമുക്ക് ഈ മുറ്റം നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. പല ലെവൽസിൽ അങ്ങനെ അണ്ടുലേഷൻസ് ആയിട്ട് കിടക്കായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വല്ല പറ്റുമോ? ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇക്കണ്ട മുറ്റം മുഴുവനും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കുട്ടികൾക്ക് സൈക്കിൾ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇതൊന്നും പോരാത്തതിന് 4 5 കാർ ഇടാനുള്ള സ്ഥലം വരെ ഇവിടെ ഉണ്ട്. നമ്മൾ മുറ്റം പുതിയതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, പല ലെവൽസിൽ കിടന്നിരുന്ന എല്ലാ ലാൻഡിനെയും കൂടി ഒരുമിച്ചാക്കി ഗേറ്റിന്റെ പൊസിഷൻ മാറ്റി വെച്ച് നേരത്തെ വെറുതെ കിടന്നിരുന്ന സ്ഥലത്തിനൊക്കെ നമ്മളിപ്പോ ഉപയോഗമുള്ള മുറ്റാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ട് നമുക്ക് ഗേറ്റ് ഇവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാർ പോർച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലായിരുന്നു കാർ പോർച്ച് വന്നത്. അന്നേരം നമുക്ക് ഒരു കാർ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്ലോപ്പ് ആയിരുന്നു, റോഡ് താഴെ ആയതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തില്ലായിരുന്നു, ഇതൊരു സ്പേസേ ആയിട്ടില്ലായിരുന്നു. അപ്പൊ നേരത്തെ നമ്മുടെ മതില് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഗേറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ എന്താ പറ്റി, ആക്സസ് കിട്ടി റോഡിലേക്ക് നേരെ. പിന്നെ നേരെ എന്ത് ചെയ്യാം, കാർ നേരെ നമുക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യാം. പിന്നെ 2 കാർ തന്നെ പോർച്ചിലിടാം. വേണമെങ്കിൽ ഒരു 2 കാറും കൂടി നമുക്ക് എക്സ്ട്രാ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പോലും എന്തായി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പണ്ടുണ്ടായിരുന്ന ലിവിംഗ് സ്പേസിൽ മാക്സിമം 5 മെമ്പേഴ്സിന് മാത്രമേ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതൊരു കൺസേൺ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഇരിക്കാനായിട്ട് സ്പേസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അതിന്റെ സ്പേസ് ഒന്ന് കൂട്ടി കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു പാർട്ടീഷൻ ആയിരുന്നു. ഒരു പ്രെയർ യൂണിറ്റും ഒരു TV യൂണിറ്റും കൂടെ 2ഉം കൂടെ ഒരുമിച്ച് ഒരു പാർട്ടീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറ്റി അതിന് പകരമായിട്ട് ഒരു ഊഞ്ഞാൽ അവിടെ തൂക്കി. അത് ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളുടെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് അതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു രസം തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ 2 ചെയർ ഉണ്ട് ഇരിക്കാനായിട്ട്. അതുപോലെ ഇവിടെ ഒരു സോഫ. ഇപ്പം മൊത്തം ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 8 പേർക്കെങ്കിലും മിനിമം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.
നമ്മളെ ഇതുപോലത്തെ ആട്ടുകെട്ടില് അല്ലെങ്കിൽ ഊഞ്ഞാല് ഇതുപോലത്തെ സാധനങ്ങൾ വീട്ടിൽ വരുമ്പോഴേ പ്രത്യേകിച്ച് റിനോവേഷനിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 പേർക്ക് ഇരിക്കാനുള്ള സാധനം ചിലപ്പോൾ 5 പേര് ഇരുന്നു തന്നെ വിചാരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ ആങ്കർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആങ്കർ ബോൾട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഒരു ആങ്കർ ബോൾട്ടൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും അത് ഊരിപ്പോരുന്നത്. നമ്മളതിന് പകരം സ്ലാബിനകത്ത് കമ്പിയുടെ ഇടയിൽ പ്ലേറ്റ് ഇട്ടിട്ട് ആ പ്ലേറ്റിൽ നമ്മൾ ബോൾട്ട് ചെയ്യണം. അങ്ങനെ അല്ലാതെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഏരിയയിൽ നേരത്തെ ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിലുള്ള സെപ്പറേഷൻ വാളായിരുന്നു. ഇതിനകത്തൊരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോർ റൂം മൊത്തത്തിൽ ഡെമോളിഷ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒരു IBM കൊടുത്തു. ആ IBMന്റെ ലോഡ് അവിടെ പുറത്തൊരു പില്ലർ അടിച്ചിട്ട് അതിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഏരിയ ഭംഗിയാക്കാനായിട്ട് ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ പില്ലറിലാണ് അകത്തുനിന്നുള്ള IBMന്റെ ലോഡ് കൊടുത്തേക്കുന്നത്. ഈ പില്ലർ അകത്തായിരുന്നെങ്കിൽ അതൊരു ശല്യമായേനെ. അതിപ്പോൾ പുറത്തായതുകൊണ്ട് ഇപ്പോൾ ഈ വാഷ് ബേസിനെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റി. ഈ സ്റ്റോർ പോയപ്പം ഈ കിച്ചണും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നു. ആ ഓപ്പൺനെസ് ആണ് ഈ വീടിൻ്റെ ലൈഫ്. ഇവിടെ നേരത്തെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, പ്രെയർ യൂണിറ്റും TV യൂണിറ്റും. അതുകൊണ്ട് ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. ബട്ട് ആ ഒരു സ്പേസ്, ഡൈനിങ് ഏരിയയുടെ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു സൗകര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നു കഴിയുമ്പോൾ ലിവിങ് സ്പേസിലോട്ട് പോകുന്നതിന് പകരമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പഴയ കിച്ചണിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡൈനിങ് ഏരിയയുടെ സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു 6 പേർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോർ റൂം മാറ്റി അവിടെ ഇപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആക്കി, ഒരു മോഡുലാർ കിച്ചൺ ആക്കി. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിൽ സ്പേസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു 6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും എല്ലാമായി ഒരു നല്ലൊരു കിച്ചൺ നല്ലൊരു അടിപൊളിയായി മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് ഗസ്റ്റ് വന്നാലും റിലേറ്റീവ്സ് വന്നാലും അവർ ലിവിങ് സ്പേസിൽ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ വന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അത് കൂടുതൽ സൗകര്യമാണ്. അത് ഭയങ്കര ഒരു രസമാണ്. നേരത്തെ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു ചിമ്മിനിയായിരുന്നു. അപ്പോൾ ചിമ്മിനിയുടെ ആ ഭാഗം നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്നത് ഒഴിവാക്കി. അപ്പം പിന്നെ ഗ്യാസ് വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അവിടെയായിരുന്നു നമ്മൾ പാത്രങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ പുതിയ ഡിസൈൻ ചെയ്തുകൊണ്ട് അതെല്ലാം കവറായി ഒരു പുതിയ ലുക്കാക്കി ഈ കിച്ചൺ. എൽഡർലിയും ഡിഫറെൻ്റ് ആയി. 2004 ഇത്രയും നമ്മളുടെ ആ ഡിഫറൻസ് ശരിക്കും ഞങ്ങളുടെ കിച്ചണിലും വന്നു. പിന്നെ വെളിയിൽ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ മൊത്തം നോക്കുമ്പോൾ ഒരു പുതിയ ലുക്കായിട്ട് വീട് കാണാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജ് വെളിയിലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് പുതിയ ഇതിൽ വന്നപ്പോൾ അകത്തേക്ക് വന്നതോടുകൂടി ഒരു കാര്യത്തിനും പുറത്തേക്ക് പോകണ്ട എന്നുള്ള സൗകര്യം കൂടെ ഉണ്ടായി. ഏതാണെങ്കിലും സോ വി ആർ വെരി ഹാപ്പി അല്ലേ. പഴയ കിച്ചണിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ചിമ്മിനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫുൾ ഗ്യാസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യം വേണ്ട എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഒരു മോഡേൺ കിച്ചന്റെ രീതിയിൽ ഫുൾ ഷെൽഫ് എല്ലാം വെച്ച് ഫുൾ സൈഡ് നമുക്ക് ഫർണിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഫുൾ സ്പേസ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ കിച്ചണിൽ ഇവിടെ ഒരു ടേബിൾ, ഒരു ചെറിയ ഡൈനിങ് ടേബിൾ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇടാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഈ കിച്ചന്റെ ഇന്റീരിയറിൽ അതിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള കിച്ചണാണ്. പക്ഷേ ഈ സൈഡ്, ആ സൈഡ്, ഇങ്ങനെ 3 സൈഡിൽ നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കിച്ചണിന് തൊട്ടപ്പുറത്ത് ഡൈനിങ് ഹാളിലേക്ക് കണക്ഷൻ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഐലൻഡ് കിച്ചണിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂത്രത്തിലൊക്കെ പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് മിക്സി മുതലായ സാധനങ്ങളൊക്കെ ഇൻവിസിബിൾ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇത് വളരെ സിമ്പിളായിട്ട് തുറന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സി പുറത്ത് വരും. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പവർ സപ്ലൈ ഒന്നും ഊരി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്ലൈഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് അടച്ചങ്ങ് വെച്ചാൽ മതി. നമ്മൾ ചൂലൊക്കെ ഇല്ലേ, ചൂലൊക്കെ ഒളിപ്പിച്ച് വെക്കണ്ടേ. ആ സമയത്ത് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വെക്കാനും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റണം. ഇതുപോലെ നമ്മൾ അടുക്കളയിലെ ഓരോ സാധനവും കൃത്യമായിട്ട് അതാത് സ്ഥാനത്തിരിക്കുക. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് ഉണ്ടാക്കുന്നത്.
റിനോവേഷനിൽ അവൈലബിൾ മെറ്റീരിയൽസിനെ മാക്സിമം റീയൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ പല പ്രോജക്റ്റുകളും കൊമേഴ്സ്യലി ഫീസിബിൾ ആവും. ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് പഴയ സിറ്റ് ഔട്ടിലുള്ള അതേ ഗ്രാനൈറ്റ് ടൈൽസ് ആണ്. അത് നമ്മൾ കുറെ മോഡിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും പുതിയ സ്റ്റെപ്പൊക്കെ വന്നു. അപ്പോൾ അവിടേക്ക് ഈ ഗ്രാനൈറ്റ് ടൈൽ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ലെപ്പോത്ര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴവെള്ളം വീണ് കഴിഞ്ഞാൽ തെന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലെപ്പോത്ര ആക്കിയത്. ലെപ്പോത്ര ഗ്രാനൈറ്റിന്റെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഭംഗിയായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അടുക്കളയിൽ നമ്മൾ കണ്ടവാനെ പണി പണിതല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഫ്ലോറൊക്കെ പോകും. അപ്പോൾ ഫ്ലോർ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പലക പോലെ തന്നെ ഇരിക്കുന്ന വുഡ് ഫിനിഷ് ഉള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ സമയത്ത് പഴയ ഹോളില് ഗ്രാനൈറ്റിന്റെ ബ്ലാക്ക് കളറുള്ള ടൈൽസും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണ്ടേ, അത് ചിലപ്പോൾ ഭംഗിയായിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഇടയിൽ ഒരു മൊറോക്കൻ ഫ്ലോറും കൂടി പൊള്ളിച്ചത്. ഇപ്പൊ മൊത്തത്തിൽ ആ ഒരു സ്പേസിന്റെ ഒരു ഇന്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് പർപ്പസ്ഫുള്ളി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ടൈലിന്റെ പാറ്റേൺസ് നിൽക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയും പാഷനും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ ഇവിടെ വരാൻ കാരണം ഇവിടെ ഒരു ലോങ് വിൻഡോ കൊടുത്തുകൊണ്ടാണ്. ഈ ലോങ് വിൻഡോ കൊടുക്കാനായി ഇവിടെ ഉണ്ടായിരുന്ന വാള് നമ്മൾ ഡെമോളിഷ് ചെയ്തിട്ട് ഇവിടെ ഒരു വലിയ സ്പേസ് ആക്കി. ആ സ്പേസ് ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലോഡ് കൊടുക്കാനായി മേളിൽ നമ്മളൊരു ഐബിയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ റെനോവേഷന്റെ സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഒരു കോർട്ട്യാർഡ് ഇവിടെ വേണമെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ടാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ. അത് നമ്മൾ പൊളിച്ചു മാറ്റി ഈ ഒരു സ്പേസ് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു കോർട്ട്യാർഡ് എന്നുള്ള സങ്കല്പത്തിൽ ഞങ്ങളത് പണിയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് കോർട്ട്യാർഡിനേക്കാളും കുറച്ചും കൂടെ ഭംഗി പാഷിയായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളിത് ഓപ്പൺ ആക്കി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമാണ് ഇത് കാണാനായിട്ട്. കുട്ടികൾ കൂടുതലും സമയം ഇവിടെ ഇരുന്നാണ് കളിക്കുന്നത്. അതുപോലെ ഫുഡ് കൊടുക്കണം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് ഇരിക്കാനും ഇവിടെ ഇരുന്ന് കളിക്കാനും. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റൂം വളരെ ചെറിയൊരു റൂമായിരുന്നു നേരത്തെ. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റൂമിന് വലിപ്പം കൂട്ടാൻ വേണ്ടി ഈ നിൽക്കുന്ന ഈ ഏരിയ ഇത് പോർച്ചായിരുന്നു. പോർച്ചും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ റൂമും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു വലിയൊരു റൂമാക്കി നമ്മൾ മാറ്റി. നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോർച്ച് ലോ ഹൈറ്റ് ആയിരുന്നു, റൂം ഫുൾ ഹൈറ്റ് ആയിരുന്നു. സോ നമ്മൾ അതിനെ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഐബിയും കൊടുത്തു സപ്പോർട്ടിന് വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ സീലിംഗ് കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും കൊടുത്ത് നമ്മൾ ഈ ഏരിയ ലൈറ്റ് അപ്പ് ചെയ്യുകയും ചെയ്തു, ഭംഗിയാക്കുകയും ചെയ്തു. റൂഫ് സ്ലാബ്സിൽ വരുന്ന ഹൈറ്റിന്റെ വ്യത്യാസം ഒരു അബദ്ധമായിട്ടല്ല കാണുന്നത്, അതൊരു ഇന്റീരിയറിന്റെ ഒരു എലമെന്റ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു റൂമിന്റെ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഇവിടെ ചെയ്യാൻ പറ്റി. ആ ടോയ്ലറ്റ് നമ്മൾ നീറ്റായിട്ടാണ് അത് ക്രമീകരിച്ചേക്കുന്നത്. ഇപ്പോൾ ടോയ്ലറ്റിന്റെ ഡോർ ഹിഡൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ചെയ്യാൻ പറ്റി. ഇവിടെ ഇങ്ങനെ ജനൽ കൊടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ റൂമിന് വളരെയധികം ഭംഗി കിട്ടി. ഒരു ബേ വിൻഡോ എന്ന് പറയുന്നത് എല്ലാ ക്ലയൻസിന്റെ ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല, അതിനൊരു പർപ്പസ് വേണം. ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബേ വിൻഡോന് അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ അതിന് കുറെ നമുക്ക് ഐറ്റംസ് വെക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നമുക്ക് ചെയ്യാൻ പറ്റി. ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു ബേ വിൻഡോ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന ഒരു വർക്ക് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിളും അതിനോട് ചേർന്നൊരു ചെയറും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുട്ടികളാണെങ്കിലും ഇവിടെ വന്നിരുന്ന് കളിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം ഇവിടുന്ന് കളിക്കുമ്പോൾ അത് ഭയങ്കര സൗകര്യമാണ്. എനിക്ക് കൂടെ ഇരുന്ന് വർക്കും ചെയ്യാം, അവളെ ശ്രദ്ധിക്കുകയും ചെയ്യാം. ആ ബേ വിൻഡോ ശരിക്കും നമുക്കൊരു യൂട്ടിലിറ്റി ഉള്ളൊരു ഏരിയ ആണ് ശരിക്കും. ഇപ്പം ഞങ്ങളാണെങ്കിലും രണ്ടുപേരും അവിടെ ഇരിക്കുക, പിള്ളേർ ചിലപ്പോൾ ഇവിടെ ചാടി കയറി കളിക്കുക, അല്ലെങ്കിൽ നമ്മൾ കസിൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംസാരമാണ് അതിൻ്റെ ഒരു രസം ബേ വിൻഡോയുടെ. റിനോവേഷൻ ആകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കാർ പോർച്ചായിരുന്നു. ഈ ബെഡ്റൂം ചെറുതായിരുന്നു. ചെറിയ ബെഡ്റൂമിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാർ പോർച്ചിൻ്റെ ഭാഗങ്ങൾ ചേർത്ത് കഴിഞ്ഞപ്പോൾ റൂഫ് ഉണ്ടാകും. റൂഫിൽ 2 ലെവലാണ് വന്നു. പക്ഷെ അത് ഒരു അഭംഗിയായിട്ടല്ല ഇപ്പോൾ വരുന്നത്. ഇന്റീരിയർ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്ത ഒരു എലമെന്റ് ആയിട്ടല്ലേ നമുക്ക് അതിന് തോന്നണേ. അപ്പോൾ ഈ റൂമിന്റെ കേസിലേ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വോളം മൊത്തം നമ്മൾ പൊളിച്ചു കളയേണ്ടി വന്നു. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറൽ മാറ്റർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബീമൊക്കെ കൊടുത്തേക്കുന്നത്. ആ ബീം കൊടുക്കൽ മാത്രമല്ല, അപ്പോൾ ഇത് നേരത്തെ ചെറിയ റൂമായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, കോമൺ ടോയ്ലറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ റൂമായി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടോയ്ലറ്റ് വേണം. അപ്പോൾ അങ്ങനെ ആ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് സ്പേസ് ഒക്കെ കൊടുത്ത് ആ ഡ്രസ്സിങ് സ്പേസിൽ ഇപ്പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് എടുത്തു. അപ്പോൾ എന്തുണ്ടായി, ഈ ടോയ്ലറ്റ് നമ്മൾ പുതിയതായിട്ട് എടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ടെറസ് ഏരിയ കിട്ടി. ആ ടെറസ് ഏരിയ ഒരു ബാൽക്കണി ആയിട്ട് മുകളിൽ കിട്ടി. ഇങ്ങനെ കുറേയേറെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീപ്പായിട്ടുണ്ടായിരുന്ന സ്റ്റെയർ ആയിരുന്നു.
അപ്പോൾ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തു. നേരത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ വരെ ആയിരുന്നു, അപ്പോൾ അത് ഭയങ്കര സ്റ്റീപ്പായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 2 സ്റ്റെപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് ചാടി വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഹാൻഡ് റെയിൽ കൊടുത്തു. നേരത്തെ ഇവിടെ ഇത്രയും വീതി ഉണ്ടായിരുന്നുള്ളൂ, നമ്മളത് വീതി കൂട്ടി റെയിൽ പുറത്ത് വെച്ചു. അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട്, വീതിയുള്ള നല്ല സ്റ്റെയർ കിട്ടി. ഇവിടെ നേരത്തെ ഒരു ബാൽക്കണിയാണ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബാത്റൂമും ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമും കൊടുത്തു. ചെറിയ റൂം ഇപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയി. താഴെ ബാത്റൂം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സ്പേസ് ആണിത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി. പഴയ ഫർണിച്ചറുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോറ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് നാരങ്ങ പറിക്കാം. ചില കാര്യങ്ങൾ സേഫ്റ്റിക്ക് അത്യാവശ്യമാണ്. ഇവിടെ നേരത്തെ ഇവിടെ ഒരു ബീം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ലെവലിൽ തന്നെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തെടുത്തേക്കുവാണ്, അല്ലെങ്കിൽ ആൾക്കാർ തട്ടി വീഴും. നേരത്തെ ഇവിടെ ഒരു കോണി ഉണ്ടായിരുന്നു, ആ എൻട്രൻസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മിറ്റം കിട്ടിയത്. വലിയ വലിയ കാര്യങ്ങളല്ല പലപ്പോഴും റിനോവേഷൻ സക്സസ്ഫുൾ ആക്കുന്നത്, ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഗേറ്റും പഴയൊരു റാമ്പ് ഉണ്ടായിരുന്നു, അത് രണ്ടും നമ്മൾ മാറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം മുറ്റം ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പടിപ്പുര വന്നത് ഒരു ചേഞ്ചാണ്. അടുക്കളയിലെ ചിമ്മിനി ഉണ്ടായിരുന്ന സ്പേസിൽ വെറുതെ കട്ടിട്ട് അടച്ചതേ ഉള്ളൂ. ചിമ്മിനി അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളത് ഒഴിവാക്കി. അതുകൊണ്ട് അടുക്കളയ്ക്ക് അകത്തുള്ള സ്പേസ് നല്ല നീറ്റായിട്ട് കിട്ടി. കോണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ കോണി അവിടെ അതേ കോണി തന്നെയാണ്, പക്ഷെ അതിന് നമ്മൾ ഒരു പൊടിക്ക് വീതി കൂട്ടി, 2 സ്റ്റെപ്പ് എണ്ണം കൂട്ടി കഴിഞ്ഞപ്പോൾ കയറാൻ വളരെ സ്മൂത്തായി. ഹാൻഡ് റെയിൽ എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആംബിയൻസ് അവിടെ കൂടി കിട്ടി. നേരത്തെ വെറുതെ കിടന്നിരുന്ന സ്റ്റോർ റൂമാണ്, ആ സ്റ്റോർ റൂമിലെ സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ ഓപ്പൺ കിച്ചണും ഡൈനിങ്ങും ഡ്രോയിങ് റൂമും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള സ്പേസിൽ നല്ല ഓപ്പൺനെസ് കൊണ്ടുവന്നത്. ഒരു ചെറിയ ടോയ്ലറ്റും അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് റൂം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വന്ന സ്പേസ് അത് വെച്ചിട്ടൊരു ബാൽക്കണിയും, അതുവഴി നേരത്തെ നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാതെ കിടന്നിരുന്ന ഷെയ്ഡിൻ്റെ മുകളിൽ കൂടെ നടന്നു പോയിട്ട് നാരങ്ങ പറിക്കാനുള്ള സൗകര്യം. ഡൈനിങ് റൂമിൽ നിന്ന് ഒരു ജനൽ കൊടുത്തിട്ട് ആ ജനലിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒരു പേഷ്യ കൊണ്ടുവരിക. ആ പേഷ്യോന്റെ അറ്റത്ത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ള ഒരു സ്ഥലം, മഴവെള്ളം വീഴുമ്പോൾ അത് കാണാനും അത് ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലം. മുറ്റത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ കോണി എടുത്തിട്ട് ബാക്ക് സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്പേസിൽ കാർ പോർച്ച് വെക്കാനുള്ള സൗകര്യം. എന്ന് വേണ്ട വലിയ വലിയ കാര്യങ്ങളല്ല, പക്ഷെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട് പഴയ വീടിന് പുതിയ മുഖം. നമ്മൾ ഇപ്പൊ തന്നെ ഒരു പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്കുള്ള മാറ്റം, അത് എങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? അത് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ല, കുറേയേറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വന്നിട്ട് വീടിന് വലിയ ആംബിയൻസിലൊരു മാറ്റം ഉണ്ടാക്കിയേക്കും. അത് കസ്റ്റമർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. ആ സന്തോഷം സ്വാഭാവികമായിട്ട് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്കും വരും. ആ മാറ്റത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് പ്ലാൻ വെച്ചിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന വീട് ഇങ്ങനെയാണ്, അതിന് ഇങ്ങോട്ട് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറിൽ ഭയങ്കരമായ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ബാൽക്കണി നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്, പിന്നെ ആ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ മുറ്റം ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് കണ്ട ഈ ഗേറ്റ്, ആ ഗേറ്റിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ചെറിയ പടിപ്പുര മാത്രമാണ്. നേരത്തെ ഈ നടുക്ക് ഗേറ്റ് വന്നപ്പം നമ്മളുടെ ഉണ്ടായിരുന്ന മുറ്റം 2 കഷ്ണമായിട്ട് പോയി. അതിന് പകരം ഇപ്പം നമുക്ക് ഗേറ്റ് സൈഡിലാണ്. ഇവിടെ മുതൽ ഈ അറ്റം വരെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇവിടെ എവിടെയോ മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള സ്ഥലം വീടിന്റെ ഫ്രണ്ടിൽ മുറ്റമായിട്ടും കിട്ടിയേക്കുണ്ട്. അവിടെ മുതൽ നമുക്ക് അവൈലബിൾ ആയിരുന്ന മുറ്റം മുഴുവനും ഭംഗിയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പ് വളരെ രസകരമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പേശിയൊക്കെ ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമാണ്, പക്ഷെ അവിടേക്ക് നമുക്ക് ഉള്ളിൽ നിന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഡൈനിങ്ങിൽ വന്ന് ഡൈനിങ്ങിൽ നിന്ന് നേരെ ഈ പേശിയിലേക്ക് ഇറങ്ങാം. ആ ഒരു ഈസി മൂവ്മെന്റ് തന്നെയാണ് ഈ വീടിന് ഇത്ര അധികം ലൈഫ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആ മൂവ്മെന്റ് കൊണ്ട് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര രസമല്ലേ. നമുക്ക് ഈ പഴയ ബിൽഡിംഗ് നോക്കിയേ, നേരത്തെ നമ്മൾ ഈ സിറ്റ് ഔട്ട് നേരെ ഒരു ഹാളിലേക്ക് കയറി വരും. ഈ ഹാള് ആ ഒരു 20 ഫീറ്റേ ഉള്ളൂ. ഇപ്പം പ്രാക്ടിക്കലി ഈ ഹാളിന്റെ ലെങ്ത് ഇവിടെ മുതൽ ഇവിടം വരെയാണ്. നേരത്തെ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റോറിന്റെ സ്പേസ് അങ്ങനെ ഈ സ്റ്റോറിന്റെ ഈ വോളും ഈ വോളൊക്കെ എടുത്ത് കളഞ്ഞു, ഉണ്ടാ ഇതെല്ലാം പോയി. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓപ്പൺനെസ് ഇവിടെ വരുന്നത്. ആ ഓപ്പൺനെസ് വരുന്നതിന്റെ ഒപ്പം ഇവിടെ പണ്ടൊരു ചിമ്മിനി ഉണ്ടായിരുന്നു. ആ ചിമ്മിനി ഇവിടെ നമ്മൾ കെട്ടിയടച്ചത് എന്തിനാന്ന് പറഞ്ഞാല് എന്നാലും മാത്രമേ കിച്ചണിൽ ഈ ഫർണിഷിങ് വളരെ ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഈ സ്റ്റോർ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഈ സ്റ്റോറിലുള്ള സ്ഥലം മാത്രമല്ല ഈ കോറിലുള്ള സ്ഥലം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് കിട്ടി. അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് അടുക്കള നമ്മൾ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഡൈനിങ് എന്നല്ല ഞാൻ പറയുന്നത്, ലിവിംഗ് സ്പേസ് ആണ്. ഈ ഡൈനിങ് അവിടെ ഉണ്ട്, ഇവിടെ ഡ്രോയിങ് റൂം ഉണ്ട്. ഈ ഡ്രോയിങ് റൂമിന് നമ്മൾക്ക് ഇവിടെ ഒരു ആട്ടുകെട്ടിലിടാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സാധിച്ചത് ഈ സ്റ്റോർ ഇരുന്ന അത്രയും സ്പേസ് നമ്മളിവിടെ കൊണ്ടുവന്നുകൊണ്ടാണ്. അതല്ലാതെ ഈ ടോട്ടൽ ഏരിയയിൽ നമ്മളൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടേ ഇല്ല. പക്ഷേ നമ്മളിവിടെ ഒരു വലിയ ഓപ്പണിംഗ് കൊടുത്തിട്ട് നല്ല രസമുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഈ പേശി കൊടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു തൂണ് ഇറങ്ങണ്ട. ഈ തൂണ് ഇപ്പുറത്താണെങ്കിൽ എന്ത് അഭംഗിയായിരിക്കും, ആലോചിച്ച് നോക്കി. അപ്പം നമ്മളുടെ നല്ല രസകരമായിട്ടുള്ള ആ ഒരു സ്പേസിനകത്ത് ഭിത്തിയോട് ചേർന്നിട്ടാണെങ്കിൽ പോലും ഒരു തൂണ് വരുന്നത് ഒരു അഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ ആ തൂണിനെടുത്ത്
പുറത്തു കൊടുത്തിട്ട് ഇങ്ങനെ ഐബീം കൊടുക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ മൊത്തത്തിലുള്ള സ്പേസിന് ഒരു ഭംഗി ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിന് ഇവിടെ ഒരു ഹാൻഡ് റെയിൽ ഉണ്ട്, ഇവിടെ ഒരു രസമുള്ള ഹാൻഡ് റെയിൽ. ഇതെല്ലാം ഇന്നിപ്പോ ഒരു ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ആക്ച്വലി അത് ഉണ്ടായത് എന്താന്ന് പറഞ്ഞാല് അതൊരു ഫങ്ഷണൽ എലമെന്റ് ആണ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ മുതലായിരുന്നു സ്റ്റെയർ കേസ് തുടങ്ങിയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സ്റ്റെയർ കേസ് കുറച്ച് കുത്തനെയുണ്ട്. കുത്തനെയുള്ള ഒരു സ്റ്റെയർ കേസിനെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കയറാവുന്ന രീതിയിലാക്കണം. എന്താ വഴി? ഇവിടെ 2 സ്റ്റെപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എന്ന് പറഞ്ഞാൽ നേരത്തെ 10 സ്റ്റെപ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 12 സ്റ്റെപ്പ് ആക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് കുറയും. അതല്ലേ നമുക്ക് വേണ്ടത്? അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭംഗിയിൽ നിൽക്കുന്ന ഈ ലൈനിന്റെ പുറത്തേക്ക് 2 സ്റ്റെപ്പ് വരും. അങ്ങനെ 2 സ്റ്റെപ്പ് പുറത്തേക്ക് വരുമ്പം അതിന് നമ്മൾ സൈഡിൽ ഹാൻഡ് റെയിൽ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ കൊടുക്കുമ്പോഴോ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസ് വീതി ഇത്തിരി കുറവാണ്. അതിന് വീതി വിഷ്വലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? പഴയ സ്റ്റെയർ കേസിന്റെ ഉള്ളിലായിരുന്നു ഹാൻഡ് റെയിൽ, നമ്മൾ ഹാൻഡ് റെയിൽ എടുത്ത് പുറത്തു കൊണ്ടുപോയി. അപ്പൊ നമുക്ക് നല്ല വീതിയുള്ള സ്റ്റെയർ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വളരെ എളുപ്പത്തിൽ സ്മൂത്ത് ആയിട്ട് കയറാവുന്ന സ്റ്റെയർ കേസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിന് വലുതാക്കിയ കഥ നോക്കിയാലോ. നോക്കിയേ, ഈ ബെഡ്റൂമിന്റെ വീതി 9 അടി തികച്ചില്ല. ഇവിടെ എത്തിയപ്പോഴോ 15 അടി വീതി ഉണ്ട്. ആ 15 അടി വീതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിന് നമുക്കൊരു ഭംഗിയാണ്. ഈ 15 അടി വീതി ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ ഒക്കെ കൊടുക്കാൻ പറ്റിയത്. ആ ബേ വിൻഡോ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ കിട്ടിയത്. ആ വർക്ക് സ്റ്റേഷനും ബേ വിൻഡോയും അവിടെ ഇരുന്ന് കുട്ടികൾ കളിക്കുക, അങ്ങനെ ആ റൂമിനകത്ത് തന്നെ നമുക്കൊരു ലൈഫ് കൊണ്ടുവരാൻ സാധിച്ചില്ലേ, അത്ര വലിപ്പമുള്ള മുറിയായതുകൊണ്ട്. നോക്കിയേ, നേരത്തെ ഇവിടെ ഒരു പോർച്ച് ഉണ്ടായിരുന്നു. ആ പോർച്ച് ഈ ബെഡ്റൂമിന്റെ അത്ര ഹൈറ്റ് ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ബെഡ്റൂമിനെ എങ്ങനെ നമുക്ക് 15 അടിയിലേക്ക് വലുതാക്കാൻ പറ്റും? സിമ്പിളാണ്. ഇവിടുത്തെ ബീമിന് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പഴയ പോർച്ചിലേക്ക് ബെഡ്റൂമിന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്തരം പോർഷൻ പുതിയതെടുത്താണ്. വാസ്തു സംബന്ധമായിട്ടൊരു മനപ്രയാസം ഒഴിവാക്കാനാണ് ഈ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ഈ ഡ്രസ്സിംഗ് റൂം കൊണ്ടുവന്നിട്ട് അതിന്റെ ബാക്കിലായിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് എടുത്തത്. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും കൊണ്ടുവന്നപ്പോൾ താഴെ മാത്രമല്ല സൗകര്യം ഉണ്ടായത്, ഫസ്റ്റ് ഫ്ലോറിലും സൗകര്യം ഉണ്ടായിട്ടുണ്ട്. താഴെ നമ്മൾ ആ ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂം എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ബാൽക്കണി കിട്ടിയത്. അപ്പൊ ഈ ബാൽക്കണിയിലേക്ക് ഈ ബെഡ്റൂമിന് നല്ലൊരു എൻട്രൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബെഡ്റൂമിന് ഒരു പ്രൈവറ്റ് ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടി. അത് മാത്രമല്ല കേട്ടോ ഇവിടെ ഉണ്ടായ സംഭവം. നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ജസ്റ്റ് 9 അടിയുടെ മുകളിൽ 10 അടിയുടെ താഴെ അത്ര വീതിയുള്ളൂ. ഇവിടത്തെ സ്ഥിതി എന്താ? ഇവിടെ ഏകദേശം 15 അടിയോളം നീളമുണ്ട്. അതെങ്ങനെയാ വന്നത്? ആ റൂമിനകത്ത് ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് നമ്മൾ അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പൊ ആ ബെഡ്റൂം ഇഷ്ടം പോലെ സ്പേസ് ആയി. അത് മാത്രമല്ല, ആ മുറിക്ക് ഇപ്പൊ ബാൽക്കണിയുമായി. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഈ ലോ ഹൈറ്റ് ടെറസിൽ വന്നിട്ട് അതിലേ വന്ന് ഇവിടെ വന്നിട്ട് നാരങ്ങ പറിക്കാം. ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു നാരകം നിൽപ്പുണ്ട്. ആ നാരകത്തിന്റെ വിളവെടുപ്പ് പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറിക്കുന്നത് പ്രത്യേക ഭംഗിയായിരിക്കില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല രസമുള്ള ഗ്രില്ല് കൊടുക്കണം. ആ ഗ്രില്ലും നമ്മുടെ എലിവേഷന്റെ ഒരു എലമെന്റ് ആയിട്ട് വരില്ലേ. എന്ന് പറഞ്ഞാൽ എലിവേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ പണിയെടുക്കുന്നത്, ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ അത് എലിവേഷൻ ഒരു ഭംഗിയായിട്ട് കൊണ്ടുവരണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ ബാൽക്കണിയിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ റോഡ് തൊട്ടടുത്തല്ലേ, റോഡിൽ കൂടെ പോണ ആൾക്കാർ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തത്. ആ ഗ്രില്ലിന് ഫ്രണ്ടിൽ നിന്ന് ഒരു CNCയുടെ ഡിസൈൻ ഒക്കെ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും നമ്മളെ വീടിന്റെ എലിവേഷനിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാക്കുന്നുണ്ട്. അത് ഭംഗി ഉണ്ടാക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു പ്രൈവസി തരുന്നുണ്ട്. എലിവേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ പണിയെടുക്കുന്നത്, ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ അത് എലിവേഷനിൽ ഭംഗി നാച്ചുറലായിട്ട് കൊണ്ടുവരണം. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു. അതിനെ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂം ആയിട്ട് മാറ്റുകയാണ്. ബെഡ്റൂം ആയിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ബാൽക്കണി, പല വീടുകളിലും ബാൽക്കണി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പണിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ എലിവേഷനിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പണിയാണ്. ആൾക്കാർ ഉപയോഗിക്കേണ്ടാവില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ കാണും, പ്രൈവസിയുടെ പ്രശ്നം. രണ്ടാമത് റോഡിനോട് ഒരുപാട് ദൂരം അല്ലാതെ ബാൽക്കണി ഉണ്ടായി കഴിഞ്ഞാൽ പൊടി കയറും. നമുക്കൊന്ന് അവിടെ പോയി സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ പൊടി മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് വേണം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളാൽ ആൾക്കാർ ബാൽക്കണി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അത് തന്നെയാണ് ഈ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നത്. ഇതും അവർ ഒരുപാട് യൂസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല, എലിവേഷനിൽ അത് യൂസ് ചെയ്തിരുന്നു. എലിവേഷനിൽ വേണ്ടിയിട്ടാണ് ആ ബാൽക്കണി അവിടെ നിന്നിരുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഭംഗിയിൽ ഒരു ടോയ്ലറ്റും ഡ്രസ്സും ആക്കി മാറ്റി. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, ഫ്രണ്ടിൽ ടോയ്ലറ്റ് വന്നില്ലേന്ന്. ഇവിടെ ഫ്രണ്ടിൽ ടോയ്ലറ്റ് വന്നിട്ട് എലിവേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫ്രണ്ടിൽ ടോയ്ലറ്റ് വന്നതുകൊണ്ടല്ലേ ഈ ബെഡ്റൂമിന് ഇത്രയും കംഫർട്ട് കിട്ടിയത്, ഈ ഡ്രസ്സിംഗ് റൂം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ടോയ്ലറ്റ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു റിനോവേഷൻ സക്സസ്ഫുൾ ആവുന്നത് വലിയ വലിയ ചേഞ്ചസ് കൊണ്ടല്ല, പക്ഷെ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങളെ കണക്ട് ചെയ്തിട്ട് വലിയ മാറ്റമായി ഫീൽ ചെയ്യിക്കുന്നതിൽ കൂടെ. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് അവർക്ക് കിട്ടിയെന്ന് അവർക്ക് ഫീൽ ചെയ്താൽ മാത്രമേ റിനോവേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. ആ ഫീല് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി, ആർക്കിടെക്ചർ.